ദിലീപേട്ടോയി സണ്ണിക്കുട്ടാ എന്ത് പറയാ നല്ലതന്നെ. കുറഞ്ഞ മീശ മീശ കുറയല്ല. ഇല്ലല്ലേ? മീശ കുറയല്ല. വളച്ച മുരടിച്ചോ? അല്ല ഇല്ല. മുരളിച്ച എന്ത് പ്രശ്നം? എന്റെ വരൾച്ച മുടിക്കുക. എന്റെ വരൾച്ച മുടിക്കുന്ന പ്രശ്നം ഉണ്ടായില്ല. ഇല്ല ഇല്ല ഇല്ല. പിരിക്കണ്ട നമുക്ക് പിന്നെന്താ ചോദിച്ചു? പിന്നെ വലിയ കടയെ തുടങ്ങി നമ്മളെ വിളിച്ചില്ല. വലിയ കടയെ തുടങ്ങി മോനെ ചെറിയ തടാൻ തുടങ്ങിയപ്പോഴും ഞാൻ ആരെയും വിളിച്ചില്ല. ഞാൻ ഒറ്റയ്ക്ക് വന്നു ഒരു ചായ തിളപ്പിച്ച് പുറത്ത് പോയെന്നാ 10 രൂപ കൈന്നിട്ട് വിളിക്കുന്നത്. ഉദ്ഘാടന കർമ്മവും എല്ലാം നമ്മൾ തന്നെ ഇരുന്നു. ഇതും അതുപോലെ തന്നെ ഇവിടെ വന്നു നമ്മളങ്ങ് തുടങ്ങി. പക്ഷെ അനുപണ്ണനെ വിളിച്ചായിരുന്നു. അല്ല, അവര് വിളിക്കുമ്പോൾ എൻ്റെ ഈ കൊച്ചു പോണ്ടി നിങ്ങളെയൊക്കെ വിളിക്കാനൊക്കെ ഞാനിന്ന് സാധാരണക്കാരല്ല. നിങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങളൊരു മീൻ കൊണ്ടുവന്നാലും നിങ്ങൾക്ക് സർവീസ് തരും. പിന്നെ അല്ല, എത്രയായിട്ടുണ്ട് അതിന് ഇവിടെ ടോട്ടൽ മീൻ? ഇപ്പൊ ഇന്നത്തെ ഐറ്റം ഇന്ന് പൊതുവെ നോമ്പുകാലവും കാര്യങ്ങളൊക്കെ അല്ലേ, സാധാരണ ഉള്ളതിന് സാധാരണ ഒരു 10-18 ഐറ്റം വിഭവങ്ങളുണ്ടാവും. ഇന്ന് വരാൽ പൊള്ളിച്ചുണ്ട്, കരിമീൻ കുരുമുളക് പൊള്ളിച്ചുണ്ട്, നെയ്മീൻ്റെ റോസ്റ്റ് ഉണ്ട്, പിന്നെ വരുന്നത് നെയ്മീൻ്റെ തലക്കറിയുണ്ട്, കാളാഞ്ചി തലക്കറിയുണ്ട്, പിന്നെ വരുന്നത് നെയ്മീൻ ഫ്രൈ, കരിമീൻ ഫ്രൈ, കാളാഞ്ചി ഫ്രൈ, ചെമ്മീൻ ഫ്രൈ, കക്ക ഫ്രൈ, പൊടിമീൻ ഫ്രൈ, മീൻമുട്ട ഫ്രൈ. ഇപ്പൊ ജസ്റ്റ് ഒന്ന് ആവി കയറിയതേ ഉള്ളൂ സംഭവം. ഒട്ടും വെന്ത് 250. അല്ല, ഇത് കിലോ എന്താ റേറ്റ്? ഇല്ല, ഇപ്പൊ വില കൂടുതൽ 580 രൂപ. പാലപ്പം അവിടെ ഉണ്ടായിരുന്നില്ല, ഇവിടെ ഉണ്ട്. കപ്പ ഉണ്ടായിരുന്നില്ല, അവിടെ ചോറ് മാത്രം. ഇവിടെ കപ്പ ഉണ്ടായിരുന്നു, ഊണും ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പൊ പാലപ്പം കൂടെ ഉണ്ട്. ഫുൾ ടൈം കിട്ടും? ഫുൾ ടൈം കിട്ടും. പാലപ്പം രാവിലെ 11 മണി തൊട്ട് 7 മണി വരെ പാലപ്പം അവൈലബിൾ ആണ്. അതിപ്പോൾ കരിമീനും കാളാഞ്ചിയോ? ഇത് കരിമീനും അത് കാളാഞ്ചി ഫ്രൈയുമാണ്. കാളാഞ്ചി ഒരു അല്പ സമയം എടുക്കും, ഇത്തിരി കട്ടി പീസ് അല്ലേ, അതിൻ്റെതായിട്ടുള്ള ഒരു അല്പ സമയം എടുക്കും. അത് നമ്മളിപ്പോൾ അവിടെ കുക്കിംഗ് അവിടെ തന്നെയല്ലേ ഒരു മെയിൻ കിച്ചൺ? ഈ നമ്മളിപ്പോൾ ചെയ്തില്ലേ ചെമ്മീൻ ഫ്രൈ, നെയ്മീൻ ഫ്രൈ, കരിമീൻ ഫ്രൈ, കാള അങ്ങനെയുള്ള ഫിഷ് ഐറ്റത്തിന്റെ ഫ്രൈ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. അത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ആ കറി വെക്കുന്ന റോസ്റ്റ് ചെയ്യുന്ന എല്ലാ പരിപാടി ഇപ്പോഴും ആ പഴയ കടയിൽ തന്നെ ചെയ്യുന്നത്. അച്ഛൻ അത് വിട്ടുകൊണ്ട് വരാൻ ചാൻസ് ഇല്ല അല്ലേ? അച്ഛൻ ആ കടയിലാണ് പാചകം ചെയ്യുന്നത്. അച്ഛൻ അതാണ് താല്പര്യം. പിന്നെ അവിടെ തന്നെ ചെയ്യുന്നത്. ഇവിടെ ഇതുവരെ കറി വെച്ചിട്ടില്ല. പാഴ്സൽ സർവീസ് നമുക്കിപ്പോൾ എവിടെ വേണേലും കൊടുക്കാം. ഇപ്പോൾ ഇന്നൊരു ഓർഡർ ഉണ്ട്, കണ്ടില്ലായിരുന്നോ? അവിടെ താഴത്ത് അത് എടുത്തോണ്ടിരിക്കുക. ഒരു തവണ കഴിച്ചവരെന്തായാലും ഇടയ്ക്കിടയ്ക്ക് ചേർത്തല വഴി പോകുന്നുണ്ടെങ്കിൽ കയറിയിട്ടേ പോകുള്ളൂ. ധൈര്യമായിട്ട് കയറാം, എപ്പോൾ വേണേലും വരാം. ആ സമയം ഉണ്ടല്ലോ, ഇപ്പൊ 11 മണി, 12 മണി, 1 മണിക്ക് വന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. നമുക്കൊരു 5 മണി, 6 മണി, 7 മണിയൊക്കെയാണ് സൗകര്യമെങ്കിൽ അപ്പോൾ വരാം. ആ കട തന്നെ ഇങ്ങോട്ട് മാറ്റിയിരിക്കുന്നത് അത് തന്നെ. അവിടെ പാചകം മാത്രം, ഇവിടെയാണ് ഡൈനിങ്. ഇപ്പോൾ ഒരു 7 മാസമായി, കഴിഞ്ഞ ഓണം തൊട്ട് ഇങ്ങോട്ടാണ് ആകുന്നത്. നമ്മുടെ വയറൽപ്പീടിയുടെ സ്ഥിരമായിട്ട് പ്രോഗ്രാം കാണുന്ന ഒരു ടീച്ചറെ പരിചയപ്പെട്ടു. ടീച്ചറാണ് ഇവിടെ. ടീച്ചറെ, കനത്ത ബോളിംഗ് ആണല്ലോ അല്ലേ? അപ്പോൾ ഇവരൊക്കെ ഫിഷിംഗ് എക്സ്പേർട്സ് ആണ്. നമ്മളെക്കാൾ നന്നായിട്ട് മീൻ രുചി നോക്കാൻ ഫ്രണ്ട്ലി റെസ്റ്റോറൻറ്റ്സ് ആണ്. മീൻ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ അറിയാം. പറയാൻ പറ്റും. പക്ഷെ ഞാനും പറഞ്ഞിട്ടില്ല ഇതൊക്കെ അല്ലേ? അറിയില്ലേ? തിന്ന് നടക്കുക. അപ്പൊ ഇത് സയന്റിഫിക്കലി പറയാൻ ഇവർക്ക് പറ്റും. നമുക്ക് കഴിവ് മാത്രമേ അറിയുള്ളൂ. ദിലീപേട്ട കടയിലെ ഈ തിരക്ക് അത് ചുമ്മാ തിരക്കൊന്നുമല്ല കേട്ടോ. ഐറ്റം കണ്ടില്ലേ? ഇത് നമ്മൾ കുറച്ച് ഐറ്റം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നല്ല മുളകിട്ട നെയ്മീൻ്റെ കറി, അതും കുടംപൊടി ഇട്ട് അതിങ്ങനെ ചോറിലേക്ക് ഇട്ടിട്ട് കൂട്ടിക്കുഴച്ച് അനുവേട്ടാ എന്തോ തകർത്തു. എങ്ങനെയുണ്ട്? സെറ്റാണ്. വരാൻ കഴിക്കൊന്നും മാറ്റില്ല കേട്ടോ. വരാൻ അന്ന് കഴിച്ച അതേ പ്രിപ്പറേഷൻ, അതിലൊരു മാറ്റവും ഇല്ല. ഇത് സോഫ്റ്റ് അറിയോ? നമുക്ക് എക്സാക്ട് ലൊക്കേഷൻ 11 മൈലോ? 11 മൈലിൽ നിന്ന് നമ്മൾ പഴയ കടയിലേക്ക് വരുന്നത്. അതായത് എറണാകുളം ഡയറക്ഷനിൽ നിന്ന് വരുമ്പോഴത്തേക്ക് 11 മൈലിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ്, അതായത് എക്സറ ബൈപ്പാസ് ഉണ്ട് ചേർത്തല. എക്സറ ബൈപ്പാസും കഴിഞ്ഞ ഒരു 1 കിലോമീറ്റർ കൂടെ മുന്നോട്ട് വരുമ്പോൾ ട്രാവങ്കൂർ പാലസ് ഹോട്ടലുണ്ട്. ട്രാവങ്കൂർ പാലസ് ആ ഹോട്ടലും കഴിഞ്ഞൊരു 200 മീറ്റർ കൂടെ മുന്നോട്ട് വരുമ്പോൾ ഫസ്റ്റ് റൈറ്റ് കിടക്കുന്ന മെയിൻ റോഡ് ഒരു 300 മീറ്റർ വരുമ്പോൾ നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ ആവും. ആ കാളാഞ്ചിയും കൂടെ എടുത്ത് സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ തീറ്റിക്കും. അതാ പ്രശ്നം. കാളാഞ്ചിയും കൂടെ എടുത്ത് നോക്കും. കളത്ത് വലിയ പീസായിട്ടാണ്. നല്ല കനത്തിൽ മുറിച്ച പീസ്. അത് 4.5 കിലോത്തിന്റെ കാളാഞ്ചിയുടെ പീസാണ്.
ഒരു സോഫ്റ്റാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു സ്ഥലത്ത് വീണ്ടും കാണാം. ഞാൻ എല്ലാം കഴിച്ചിട്ട് വിട്ടേക്കും. പോട്ടെ, ബൈ.